മക്കളെ ഏവർക്കും നമസ്കാരം. ഞാൻ നിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡെസിമൽ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കിടിലൻ ചോദ്യങ്ങളാണ്. നേരത്തെ ഡിഗ്രി നിലവാരത്തിലടക്കം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി സാധ്യതയുള്ള ചോദ്യങ്ങളും അടക്കമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് അവസാനം വരെ കണ്ട് നോട്ട് തയ്യാറാക്കി കൂടുതൽ ഉദാഹരണങ്ങൾ എവിടുന്നെങ്കിലും ചെയ്തു നോക്കാൻ കഴിയുമെങ്കിൽ അതുകൂടെ കണ്ടെത്തി നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. അവസാനം വരെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതുമയാർന്ന കുറേയധികം ചോദ്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. നിങ്ങളെ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 മൈനസ് 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇതാണ് ചോദ്യം. അപ്പം നിങ്ങൾക്കറിയാം, ഇതിനെ വേണമെങ്കിൽ മുകളിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നൊക്കെയാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറേയധികം സമയം പോകും. നമ്മളെപ്പോഴും ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ടത്, മക്കളെ, മുകളിൽ മൊത്തം ഇൻറ്റു ആണോ? അല്ല, മൊത്തം ഇൻറ്റു ആയിരുന്നെങ്കിൽ ഇവിടെ ഈ മൈനസിന് പകരം ഇവിടെ ഒരു ഇൻറ്റു ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? അതായത് ഇവിടുത്തെ മൊത്തത്തിൽ പോയിന്റ് മാറ്റിയിട്ട് എഴുതാം, താഴത്തെയും പോയിന്റ് മാറ്റിയിട്ട്, പിന്നെ പോയിന്റ് മാറ്റാൻ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതൊക്കെ നോക്കും. ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്ന് പറഞ്ഞാൽ, ഈ മൈനസ് നടുക്ക് പ്ലസ്സോ മൈനസോ തന്നിട്ടുണ്ടെങ്കിൽ, മക്കളെ, നടുക്ക് പ്ലസ്സോ മൈനസോ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലസ് ആണോ അല്ലെങ്കിൽ മൈനസ് ആണോ അതിൻ്റെ ഇടതുവശത്തുള്ള സംഖ്യകളെല്ലാം കൂടെ കറക്റ്റ് ഗുണിച്ചെടുക്കണം. വലതുവശത്തുള്ള സംഖ്യകളെല്ലാം കൂടെ ഗുണിച്ചെടുക്കണം. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യണം, ലെസ് ചെയ്യാനാണെങ്കിൽ ലെസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിൻ്റെ ഇടതുവശം കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം, ആ മൈനസിൻ്റെ വലതുവശം കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം. എന്നിട്ട് അത് പരസ്പരം കുറയ്ക്കണം. എന്നിട്ടേ താഴെയുള്ള സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്കിതിനെ ഒന്ന് ചെറുതാക്കാം. നമുക്കറിയാം, ഗുണിക്കുമ്പം പോയിന്റ് മാറ്റി ഗുണിക്കും. 2 ഗുണം 2 ഗുണം 2, 2 ഗുണം 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ മക്കളെ 8 ആണ്. 8. ഓക്കെ, ഇനി എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3. അതുകൊണ്ട് ഗുണനഫലത്തിൽ മക്കളെ 3 പോയിന്റ് വരാൻ 2 0 നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം 0.008 എന്ന് വരും. നടുക്കത്തെ ചിഹ്നം മൈനസ് കൊടുത്തേ. വീണ്ടും 2 ഇൻറ്റു 2 ഇൻറ്റു 2, പോയിന്റ് മാറ്റിയാൽ 2 ഗുണം 2 ഗുണം 2. നമുക്കറിയാം 2 ഗുണം 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്ക് മക്കളെ. 2, 4, 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒറ്റ സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 5 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ. ശരിയല്ലയോ? ഒരു 5 0 കൂടെ നമ്മളായിട്ട് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. അവിടെ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ 2 ഗുണം 2 ഗുണം 2 എന്ന് പറഞ്ഞ മക്കളെ 8 ആണ്. അപ്പോൾ 8 എഴുതി. ഓക്കെ ആണേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, മുകളിലത്തെ 2 സംഖ്യകൾ പരസ്പരം കുറയ്ക്കണം. മക്കളെ, വേറെ മാർഗ്ഗമില്ല. കുറയ്ക്കാൻ നമുക്കറിയാം. 0.008 മൈനസ് 0.00008. ഓക്കെ അല്ലേ? ശരിയാണോ? അപ്പോൾ നമുക്ക് ഇതിനെ കറക്റ്റ് ഒരേ ലെവൽ കൊണ്ടുവരാൻ 2 പൂജ്യോടെ 3 പൂജ്യോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറയ്ക്കുമ്പോൾ തെറ്റ് വരത്തില്ല. നമുക്കറിയാം, 0ൽ നിന്ന് 8 പോകത്തില്ല. കടം കൊണ്ടുവരണം. ഇവിടുന്ന് കടമെടുത്ത് പതുക്കെ 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 അങ്ങെത്തിക്കണം. ആദ്യം ഇവിടുന്ന് കടമെടുത്ത് ഇവിടെ വരാൻ നേരം ഇവിടെ 10 ആകും. ആ 10-നകത്ത് നിന്ന് വീണ്ടും അപ്പുറത്തോട്ടൊന്ന് കടമെടുക്കും. അപ്പോൾ ഇവിടെ 9 ആകും, ഇവിടെ 10 ആകും. വീണ്ടും ആ 10-ൽ നിന്ന് ഒന്നുകൂടെ അപ്പുറത്തോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 10 ആകും മക്കളെ. ഇവിടെ 9 ആകും, ഇവിടെ 9 ആകും. ഈ 8-ൽ നിന്നാണ് കടമെടുത്തത്, ഇവിടെ 7. ഓക്കെ, പറ, 10-ൽ നിന്ന് 8 പോയാൽ 2 ആണ്. 9-ൽ നിന്ന് 0 പോയാൽ 9 ആണ്. 9-ൽ നിന്ന് 0 പോയാൽ 9 ആണ്. ഇവിടെ 7 എന്നും വരും. ശേഷം ഇങ്ങോട്ട് 2 0 ഉണ്ടേ. ഓക്കെ അല്ലേ? മക്കളെ, ഇങ്ങനെ വരുന്നു. മുകളിൽ 0.007992 എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ ഒരു 8 ഉണ്ട്. ക്ലിയർ ആണേ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? നമ്മൾ പോയിന്റ് മാറ്റും. സാധാരണഗതിയിൽ പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റാൻ നമ്മൾ എത്ര കൊണ്ടാണ് ഹരിക്കുന്നതെന്ന് ആലോചിച്ച് എത്ര കൊണ്ടാണ് ഗുണിക്കുന്നത് ആലോചിച്ച് നോക്കി മക്കളെ. ഇവിടെ 2, 4, 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റ്. അപ്പോൾ ഈ 6 പോയിന്റ് കളയണം. 6 പോയിന്റ് കളയണമെങ്കിൽ 6 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 6 പൂജ്യമുള്ള 10 ലക്ഷം കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ? 10 ലക്ഷം കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 10 ലക്ഷം കൊണ്ട് ഗുണിച്ചാൽ താഴെയും മക്കളെ 10 ലക്ഷം കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 10 ലക്ഷം കൊണ്ട് ഗുണിക്കുമ്പം പോയിന്റ് അങ്ങ് മാറും. 2, 4, 6, 6 പോയിന്റും മാറും. 79, 92 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ പോയിന്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 8 ഗുണം 1, 2, 3, 4, 5, 6. ഓക്കെ,
അപ്പം ഒരു 6 താഴെ വരും എന്ന് പറഞ്ഞാൽ 10 ലക്ഷം താഴെ വരും. കാര്യം 8നെ 10 ലക്ഷം കൊണ്ട് ഗുണിക്കണം. മുകളിൽ മക്കളെ ഇവനെ ഞാൻ 10 ലക്ഷം കൊണ്ട് ഗുണിക്കുമ്പോൾ അവൻ്റെ പോയിന്റ് അങ്ങ് മാറത്തറേ ഉള്ളൂ. എന്നാൽ താഴെ 8 അവിടെ പോയിന്റ് ഒന്നുമില്ല, അതുകൊണ്ട് പോയിന്റ് മാറേണ്ട ആവശ്യവും ഇല്ല. അപ്പം വെറുതെ കിടന്ന 8നെ 10 ലക്ഷം കൊണ്ട് ഗുണിച്ചാൽ 8 ഗുണം 10 ലക്ഷം എന്ന് എഴുതാം. ഇനി നമുക്ക് വെട്ടാം. 8നകത്ത് 8 ഒരു തവണ, 79നകത്ത് 8 9 72. ശിഷ്ട മക്കളെ 7 ഉണ്ട് അല്ലേ, 7. വീണ്ടും 79 വായിക്കാം. 79നകത്ത് വീണ്ടും 8 9 72. ശിഷ്ടം വീണ്ടും 7 ഉണ്ട്. ആ 7 എടുത്ത് 2 ചേർത്തിട്ടാൽ 72 വീണ്ടും 8 9 തവണ 72. ശരി മക്കളതാ 992 ഡിവൈഡഡ് ബൈ 10 ലക്ഷം എന്ന് വരും. ശരിയല്ലേ? ഇതാ 10 ലക്ഷം എന്ന് വരും. നമുക്കറിയാം 10 ലക്ഷം കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 6 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. അപ്പോൾ 6 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ മക്കളെ ഇതാ 992 3 സ്ഥാനമേ ഉള്ളൂ. വീണ്ടും ഇടത്തോട്ടൊരു 3 സ്ഥാനം നമ്മൾ 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വരും 0.000992. സോറി 2 അല്ല 999. ക്ഷമിക്കുക, ഇവിടെ 999 ആയിരുന്നു. ഓക്കെ മക്കളതാ. അപ്പോൾ ഇങ്ങനെ വരും 999 മുകളിൽ, താഴെ 10 ലക്ഷം, താഴെ 10 ലക്ഷം. ഓക്കെ, നമുക്കറിയാം 10 ലക്ഷം കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടൊരു 6 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്താൽ മതി. ഇടത്തോട്ടൊരു 6 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യണം. അപ്പം 999 3 സ്ഥാനമേ ഉള്ളൂ. ഒരു 3 സ്ഥാനം കൂടെ വരണമെങ്കിൽ നമ്മളൊരു 3 0 കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ 0.000999 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി 0.000999. ക്ലിയർ അല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. സിമ്പിളാണ്, കാണുമ്പം ഏതാണ്ട് ആന ചോദ്യമാണെന്ന് തോന്നൽ വരുമെങ്കിലും ഒരല്പം ചെയ്യാനുണ്ട്. ഓക്കെ, കാര്യം ക്ലിയർ ആയി കാണും. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, കൺവേർട്ട് 3.23 ബാർ, മക്കളെ 23ക്ക് മാത്രം മുകളിൽ ഒരു ബാർ വരച്ചിരിക്കുമോ, ഇൻറ്റു ഫ്രാക്ഷൻ, അതായത് ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ബാറിന്റെ അർത്ഥം എന്താ? ബാറിന്റെ അർത്ഥം എന്താ? ആ ബാറിന് താഴെ വരുന്ന സംഖ്യകൾ മാത്രം എന്താ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഇൻഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല, അന്ത്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അവസാനം കണ്ടുപിടിക്കുക അസാധ്യമാണ്. അപ്പം 3.23 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിനെ ഇങ്ങനെ എഴുതാം, 3.23. മകളെ ആ 23 മാത്രം ആവർത്തിക്കുന്നു. 23 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവനെ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിന് നമ്മൾ അറിയേണ്ട ഒരു കുഞ്ഞു ഫാക്ട് ഇതാണ്. നിങ്ങൾക്കറിയാം 0.3333 എക്സെട്ര. ഇതിനെന്തോ ചെയ്യും? എടാ, ഇതിന് തുല്യമായ ഭിന്നസംഖ്യ എഴുതുക എന്ന് പറഞ്ഞാൽ ആ 3നെ, അതായത് ആവർത്തിക്കുന്ന ഒരക്കമായ 3നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. 9 കൊണ്ട്. ഓക്കെ, 3/9. പിന്നെ വെട്ടാനൊക്കെ പറ്റും. 0.4444 എക്സെട്ര എന്ന് പറഞ്ഞ മക്കളെ 4/9, 4/9. അപ്പം 0.232323 എക്സെട്ര എന്ന് പറഞ്ഞ മക്കളെ 23 2 ആവർത്തിക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 2/9. ഒരക്കമേ ആവർത്തിക്കുന്നുള്ളെങ്കിൽ ആ അക്കം ബൈ 9. 2 ആവർത്തിക്കുന്നെങ്കിൽ ആ 2 ബൈ 2/9. 3 ആവർത്തിക്കുന്നെങ്കിൽ ആ 3 ബൈ 3/9. പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയ മക്കളെ, ഇതാ ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കുമ്പം ഇതാ 3.232323 എക്സെട്ര എന്നുള്ളതിനെ ഞാൻ 3 പ്ലസ് 0.232323 എക്സെട്ര എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എടാ 3.5 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 0.5, 4.7 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 0.7. അപ്പം 3.23232323 എന്നതിനെ 3 പ്ലസ് 2.232323 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി മക്കളെ ഇവനെ എങ്ങനെ എഴുതാം? 3 അധികം നമുക്കറിയാം 0.23232323 എന്ന താളത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് തുല്യമായ ഭിന്നസംഖ്യ ഇങ്ങനെയാണ്, 23 ഡിവൈഡഡ് ബൈ 99. 2 ആവർത്തിക്കുന്നെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം. 3 ആവർത്തിക്കുന്നെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കണം. ഒരക്കമേ ആവർത്തിക്കുന്നുള്ളെങ്കിൽ അതിനെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലിയർ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ആഡ് ചെയ്യാം. 3ന്റെ താഴെ മക്കളെ ഒരു 1 ഉണ്ട്. ഇതാ 1 ഗുണം 99, അത് 99 തന്നെയാണ്. ഓക്കെ, ശേഷം ഇങ്ങനെ ഗുണിക്കും. 99 ഗുണം 3 ഇതിന് വരും, 100 ഗുണം 3 ചെയ്യുമ്പോൾ 300 വരും. 297 എന്ന് വരും അല്ലേ, 297. ഓക്കെ ആണേ?
പ്ലസ് ഇതാ ഇങ്ങനെ ഗുണിക്കും. 1 ഗുണം 23 23 എന്ന് വരും. ഓക്കെ, കൂട്ടുമ്പം 7 3 കൂട്ടിയ 10 0 ശിഷ്ടം 1. 9 2 11 11 1 12 2 ശിഷ്ടം 1 2 1 3 320 320/99 എന്ന് വരും. മക്കളെ 320/99 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 320/99 മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഓക്കെ, നമുക്കതാ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നിങ്ങളതാ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 3.36 മൈനസ് 2.34 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2.79 പ്ലസ് 4.34 പ്ലസ് 4.77 ബൈ 3.4. 4 ഓപ്ഷനുണ്ട്. മക്കളെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. മുകളിൽ പ്ലസ്സോ മൈനസോ കണ്ടാൽ അത് ക്ലിയർ ചെയ്യാതെ താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുകയില്ല. എന്നൂടെ പറയാം. മുകളിൽ മക്കളെ പ്ലസ്സോ മൈനസോ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാതെ താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ 3 കൊണ്ട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ ആദ്യം ഇവന്മാരെ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഇപ്പം മനസ്സിലായി കുറയ്ക്കാനാ. അപ്പോൾ നമുക്ക് ഒന്നേന്ന് ചെയ്തു വരാം. ഒരല്പം ചെയ്യാനുള്ള ചോദ്യമാണ്. അവിടെ ചെയ്തു വരാം. 3.36 അവിടെ നിന്നും 2.34 കുറയ്ക്കണം. 6 4 കുറച്ചാൽ 2, 3 3 പോയാൽ 0 പോയിന്റ്, 3 2 പോയാൽ 1. അപ്പോൾ ഇവിടെ വരും 1.02 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇൻറ്റു കൊടുത്തേ. അടുത്തത് ഇത് കൂട്ടാനാ മക്കളെ. 2.79 4.34 4.77 കൂട്ടാം. 9 4 കൂട്ടിയാൽ 13 13 7 20 0 ശിഷ്ടം 2 7 3 10 17 2 19 9 ശിഷ്ടം 1 4 4 8 2 10 1 11 11.90 എന്ന് വരും. അതായത് 11.9. ഓക്കെ, 11.9 എന്ന് വരും. ഡിവൈഡഡ് ബൈ മക്കളെ 3.4 അല്ലേ, 3.4 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം മുകളിൽ പോയിന്റ് മാറ്റാം. പോയിന്റ് മാറ്റാൻ എന്തോ മാർഗം നമുക്കറിയാം. ഇങ്ങനെ എഴുതാം. 1.02 ഇൻറ്റു 11.9. കാര്യം രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കുമ്പം അംശങ്ങളെ ഗുണിച്ച് അംശമാക്കിയും ചേരങ്ങളെ ഗുണിച്ച് ചേരമാക്കിയും എഴുതിയാൽ മതി. അപ്പോൾ ആ അംശങ്ങളെ തമ്മിൽ ഗുണിച്ചു. ഇനി ചേരങ്ങളെ തമ്മിൽ ഗുണിക്കുമ്പോൾ 3 ഗുണം 3.4. ഓക്കെ, 3 ഗുണം 3.4. ഇനി നമുക്കറിയാം മുകളിലത്തെ പോയിന്റ് മാറ്റണം. ഇവിടെ 2 1 മക്കളെ 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് താഴെ 1 പോയിന്റേ ഉള്ളൂ. നമുക്കറിയാം 3 പോയിന്റ് ആണ് കൂടുതൽ. അവിടത്തെ പോയിന്റ് മാറ്റാൻ മക്കളെ 1000 കൊണ്ട് ഗുണിക്കണം. 1000 കൊണ്ട് അവിടെ 1000 കൊണ്ട് ഗുണിച്ചാൽ താഴെയും 1000 കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മുകളിൽ 3 പോയിന്റ്, താഴെ 1 പോയിന്റ്. അപ്പം മുകളിലാണ് കൂടുതൽ പോയിന്റ്. ആ പോയിന്റ് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ താഴെയും 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മക്കളെ മുകളിൽ പോയിന്റ് മാറ്റുമ്പോൾ 102 എന്നാവും. ഇൻറ്റു 119 എന്നും ആവും. ശരിയല്ലേ? പോയിന്റ് മാറി. 2 1 3 പോയിന്റ് മാറി. ഡിവൈഡഡ് ബൈ താഴെ 3 ഗുണം 3.4 എന്നുള്ളത് 34 ആവും. മക്കളെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ ഇവൻ്റെ പോയിന്റ് മാറും. നമ്മൾ 1000 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ എക്സ്ട്രാ ഒരു 100 കൂടെ വരത്തില്ല. ഇനി ഇൻറ്റു ഒരു 100 കൂടെ വരും. കാര്യം ഇവിടുത്തെ പോയിന്റ് മാറാൻ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പോയിന്റ് മാറി. പിന്നെ എക്സ്ട്രാ ഒരു 100 ബാക്കിയുണ്ട്. ആ 100 എഴുതി വെച്ച്. ക്ലിയർ ആണേ? ശരി, നമുക്കിനി ഒന്ന് വെട്ടാം. 3 കൊണ്ട് കിട്ടുമ്പം 3-നകത്ത് 3 ഒരു തവണ, 10-നകത്ത് 3 3 9 ശിഷ്ടം 1 12-നകത്ത് 4 വെട്ടം അല്ലേ? 12-നകത്ത് 4 വരും. കണ്ണു അടച്ച മക്കളെ 34 വെട്ടാം. ഇനി ആകെയുള്ളത് 119/100 എന്നാ. നമുക്കറിയാം 119നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. 1.19 എന്ന് വരും. ശരിയാണോ? 1.19 ആണ് ശരി ഉത്തരം. ഉത്തരവൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കിട്ടി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. 1.19. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കുറച്ച് വലിയ ചോദ്യമാണ്. റൂട്ട് 11,664 പ്ലസ് റൂട്ട് 7,744 ഡിവൈഡഡ് ബൈ റൂട്ട് 49 പ്ലസ് 19.3. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ മകളെ ഇവന്റെയും സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. എടാ ഇവന്മാർ രണ്ടുപേരുടെയും സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു മാർഗവും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദാ 11,664. ദാ ഞാൻ ചെയ്ത് നോക്കുക. 11,664. ഓക്കെ, അവന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അവനെ ഫാക്ടറൈസ് ചെയ്യണം. എത്ര കൊണ്ട് ചെയ്യാന്ന് ചോദിച്ചാൽ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പം 5 2 10 ശിഷ്ടം 1. 16-നകത്ത് 8 2 16. ഓക്കെ, വീണ്ടും 6-നകത്ത് 3 വട്ടം, 4-നകത്ത് 2 വട്ടം. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 5-നകത്ത് 2 2 വട്ടം. ഓക്കെ, 4 ശിഷ്ടം 1. 18-നകത്ത് 9 2 18. 3-നകത്ത് 1 3 3 1 2 2 ശിഷ്ടം 1. 12-നകത്ത് 6 വട്ടം. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 1 9-നകത്ത് 4 വട്ടം. ഓക്കെ, 11-നകത്ത് 5 2 10 ശിഷ്ടം 1. 16-നകത്ത് 8 വട്ടം. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 7 5-നകത്ത് 2 വട്ടം ശിഷ്ടം 1. 18-നകത്ത് 9 വട്ടം. 729 എന്ന് വരും. ഇനി നമുക്കറിയാടാ 729 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 729 എന്ന് പറഞ്ഞാൽ മക്കളെ ആരുടെ സ്ക്വയറാ? 729 ആരുടെ സ്ക്വയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് 27ന്റെ സ്ക്വയറാ. 27ന്റെ സ്ക്വയറാ. അത് അറിയാത്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. വീണ്ടും നിങ്ങൾ 3 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അതല്ല 3 കൊണ്ട് ഹരിക്കണം. അങ്ങനെ പോകേണ്ടി വരും. എനിക്കറിയാം 729 വന്നു കഴിഞ്ഞാൽ ഇനി 729 27ന്റെ സ്ക്വയറാ. അത് അറിയാത്തവർ വീണ്ടും 3 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിച്ച് ഒരു പരുവാവും. ഞാൻ തൽക്കാലം എഴുതുക 27ന്റെ സ്ക്വയർ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ 27 × 27 വരുന്നത്. വീണ്ടും 27-നെ 27 കൊണ്ട് ഹരിക്കാം. ഒരു വട്ടം എന്ന് വരും, ഒരു വട്ടം. ഇനി നമുക്കറിയാം 2 പേരിനകത്ത് നിന്ന് ഒരാളെ വീതം പുറത്തെടുക്കും. ഇവിടെ 2 2-നകത്ത് നിന്ന് ഒരു 2 പുറത്തെടുക്കും. വീണ്ടും 2 2-നകത്ത് നിന്ന് ഒരു 2 പുറത്തെടുക്കും. 2 27-ൽ നിന്ന് ഒരു 27 പുറത്തെടുക്കും. ശരിയാണോ? ഇത് 3 ഗുണിക്കും. നമുക്കറിയാം 27 × 2 എന്ന് പറഞ്ഞാൽ 54. 54 × 2 എന്ന് പറഞ്ഞാൽ 108. ഓക്കെ, 108 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? എടാ 108 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ എഴുതുക. ദാ ബ്രാക്കറ്റ് ഉണ്ട്. ദാ ഏറ്റവും വലിയ ഈ റൂട്ടുണ്ട്. ആദ്യം ദാ ആ റൂട്ടുണ്ട്. റൂട്ട് ഓഫ് ദാ ഇവനെ ഞാൻ ക്ലിയർ ചെയ്ത്, ഈ റൂട്ട് ക്ലിയർ ചെയ്ത്. മക്കളെ ദാ ഈ റൂട്ടാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തത്. അതാണ് എനിക്ക് കിട്ടിയത് മക്കളെ 108 എന്ന്. അപ്പോൾ ആ 108 എന്ന് എഴുതി. പക്ഷേ ഈ റൂട്ട് അങ്ങനെ തന്നെ കിടപ്പുണ്ടേ. ഈ റൂട്ട് അവിടെ കിടപ്പുണ്ട്. ആ റൂട്ട് ഞാൻ ഇട്ട് വെച്ചേക്കുക. എന്നാൽ ഇവിടുത്തെ ഈ റൂട്ട് അങ്ങ് മാറി അവിടെ 108 എന്ന് വന്നു. പ്ലസ് ഇട്ട് അടുത്ത 77 44 നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കണം. മക്കളെ 77 44 നോക്ക്. 77 44 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 2 6 ശിഷ്ടം 1 ഉണ്ട്. 7-നകത്ത് 6 കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ട്. ആ 1 ഇപ്പുറത്ത് കൊടുത്തും 17. 17-നകത്ത് 2 8 2 16. ഓക്കെ, ശിഷ്ടം വീണ്ടും 1 ഉണ്ട്. 14-നകത്തിൽ 7 2 14. 4-നകത്തിൽ 2 തവണ. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 3-നകത്ത് 2 ഒരു തവണ ശിഷ്ടം 1. 18-നകത്ത് 9 തവണ. 7-നകത്ത് 3 2 6 ശിഷ്ടം 1. 12-നകത്ത് 6 തവണ. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 19 ചേർത്തെടുക്കുമ്പം 19-നകത്ത് 2 9 2 18 ശിഷ്ടം 1. 13-നകത്തിൽ 6 2 12 ശിഷ്ടം 1. 16-നകത്തിൽ 8 2 16. വീണ്ടും 2 കൊണ്ട് 4 2 8 ശിഷ്ടം 1. 16-നകത്ത് 8 2 16 ശിഷ്ടം ഇല്ല. 8-നകത്ത് 4 വട്ടം അല്ലെ 484 എന്ന് വരും. 484 വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2 4 2. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 1 2 1. 121 ആരുടെ സ്ക്വയറാന്ന് നമുക്കറിയാം? 11ന്റെ. അപ്പം 11 × 11. ഓക്കെ, വീണ്ടും 11-നകത്ത് ഒരു വട്ടം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 2-നകത്ത് നിന്ന് ഒരു 2 പുറത്തെടുത്ത്. ഈ 2 2-നകത്ത് നിന്ന് ഒരു 2 പുറത്തെടുത്ത്. ഈ 2 2-നകത്ത് നിന്ന് ഒരു 2 പുറത്തെടുത്ത്. എടാ 484 വരുമ്പോൾ തന്നെ 484-ന്റെ സ്ക്വയർ റൂട്ട് അറിയാവുന്നവരാണെങ്കിൽ വേഗമായിരുന്നു. ഞാൻ പിന്നെ കുറച്ചുകൂടെ ചെയ്ത് നമുക്ക് ഫെമിലിയർ ആയ 121 കിട്ടുന്നവരെ. 121 കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം 121 11ന്റെ സ്ക്വയറാണ്. അപ്പോൾ 121-നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 11 വരും. ആ 11-നെ വീണ്ടും 11 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരും. ഓക്കെ, അപ്പോൾ 2 2-നകത്ത് നിന്ന് ഒരു 2, 2 2-നകത്ത് നിന്ന് ഒരു 2, അടുത്ത 2 2-നകത്ത് നിന്ന് ഒരു 2, ശേഷം 2 11-നകത്ത് നിന്ന് ഒരു 11 ഗുണിക്കുക. നോക്കാം. 11 2 22, 22 2 44, 44 2 88. 88 എന്ന് വരും. ക്ലിയർ? ഇത്രയും ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ ഇവിടത്തെയും സ്ഥലം കിട്ടി 88.
ഓക്കെ, 88 എന്ന് എഴുതും. ആ റൂട്ട് മാറി 88 മക്കളെ, റൂട്ട് മാറി 88 ദാ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്കറിയാം റൂട്ട് ഓഫ് 0.49. റൂട്ട് ഓഫ് 0.49 എന്ന് പറഞ്ഞാൽ 49ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, അത് 7. ഇവിടെ 2 പോയിന്റ് എങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പകുതിയാക്കണം. 49ന്റെ സ്ക്വയർ റൂട്ട് 7, സ്ക്വയർ റൂട്ട് എടുക്കുമ്പം ഇവിടെ എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ പകുതി, അപ്പം 1 പോയിന്റ് 0.7 എന്ന് വരും. ഓക്കെ, പ്ലസ് എത്ര മക്കളെ, 19.3 ഉണ്ടേ, 19.3 ഉണ്ടേ. ശരി, നമുക്കിതാ ഇതൊന്ന് കൂട്ടി നോക്കാം. ഇതാ ബ്രാക്കറ്റ് ഇടുന്നു, 108 88 കൂട്ടിയ മക്കളെ റൂട്ടുണ്ടേ, 8 8 16 6 ശിഷ്ടം 1, 8 0 കൂട്ടി 8 തന്നെ, ശിഷ്ടം 1 ഉണ്ടായിരുന്നു 9, 196 വരും. ഓക്കെ മക്കളെ, റൂട്ട് ഓഫ് 196 വരും. ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ കൂട്ടണം. നമുക്കറിയാം 19.3 0.7 കൂട്ടിയാൽ മക്കളെ അത് 20 അല്ലേ, 20 കൂട്ടി നോക്കിക്കോ, 20 എന്ന് വരും. ശരിയാണോ, 20 എന്ന് വരും. അപ്പൊ ഇനി ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, റൂട്ട് 196 എന്ന് പറഞ്ഞാൽ മക്കളെ അത് 14 ഡിവൈഡഡ് ബൈ 20. എടാ 14 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം, വളരെ സിമ്പിളാ, 14/20 ചെയ്യണം. ഓക്കെ, എടാ 196 എന്ന് പറഞ്ഞാൽ 14 അല്ലേ, റൂട്ട് 196 14, 14 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, ഒന്നുമില്ല, 14നെ 20 കൊണ്ട് ഹരിക്കണം. എനിക്കറിയാം 14 ഡിവൈഡഡ് ബൈ 2 × 10 അല്ലേ 20, ഇങ്ങനെ എഴുതാം. ശരി, 14നെ 2 കൊണ്ട് ഹരിക്കും മക്കളെ എത്ര വരും, 14നെ 2 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് വരും. അപ്പം 14നെ 2 കൊണ്ട് ഹരിച്ചാൽ മക്കളെ 7 എന്ന് വന്നു. അപ്പം 7 ഇത് ചെയ്തപ്പോൾ മാത്രം 7 കിട്ടും, ബൈ ഒരു 10 ഉണ്ട്. 7നെ 10 കൊണ്ട് ഹരിക്കുമ്പം 0.7. ശരിയല്ലേ, ഇവിടെ ഓപ്ഷൻ സി 0.7 ആണ് ശരി ഉത്തരം. മനസ്സിലായോ, നല്ല ചോദ്യമല്ലായിരുന്നോ? ഒരല്പം നമ്മളിതാ ഇവിടെ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്, ചെയ്ത് എടുക്കേണ്ട ചോദ്യം തന്നെയാണ്. അതായത് സ്ക്വയർ റൂട്ടും ഡെസിമൽ നമ്പേഴ്സൂടെ ചേർത്തുള്ള ചോദ്യമാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ടോപ്പിക്കും ഡെസിമൽ നമ്പേഴ്സൂടെ ചേർത്താണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം മക്കളെ 14/20 ചെയ്യാൻ 14 എത്ര 2 ചെയ്യുക, അപ്പോൾ 7 കിട്ടും. പിന്നെ ആ കിട്ടിയ സംഖ്യ ഡിവൈഡഡ് ബൈ ഒരു 10 ഉണ്ട്. എടാ 20നെ 20 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചിട്ട് പിന്നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ പകുതി എടുക്കണം. ഓക്കെ, 14നെ എനിക്ക് 20 കൊണ്ട് ഹരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു സംഖ്യ 20 കൊണ്ട് ഹരിക്കാൻ 2 കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന സംഖ്യ 10 കൊണ്ട് ഹരിക്കുക, മതി. നമ്മുടെ ഉത്തരം 0.7. ദാ അടുത്ത ചോദ്യത്തിലോട്ട്, റൂട്ട് ഓഫ് 0.65 ദി ഹോൾ സ്ക്വയർ മൈനസ് 0.16 ദി ഹോൾ സ്ക്വയർ. സിമ്പിളാ, ഒന്നുമില്ല. 65ന്റെയും 16ന്റെയും സ്ക്വയർ എടുക്കണം, കുറയ്ക്കണം. അതിന് ദാ റൂട്ട് അങ്ങനെ തന്നെ എഴുതുവാണ് മക്കളെ, റൂട്ടിന് മാറ്റമൊന്നുമില്ല. അപ്പൊ 65ന്റെ സ്ക്വയർ എടുക്കുക, 65ന്റെ സ്ക്വയർ നമുക്കറിയാം. 65ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞ, അതായത് 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ സ്ക്വയർ മക്കളെ എടുക്കുന്ന എളുപ്പമാർഗം എന്തുവാ? 5ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എടുക്കുന്ന എളുപ്പമാർഗം എന്തുവാ? 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും സ്ക്വയറിന്റെ അവസാനത്തെ 2 അക്കം 25. അതായത് ഈ അവസാനത്തെ അക്കമായ 5ന്റെ സ്ക്വയർ 25. ഇവിടെ അവസാനത്തെ അക്കമായ ഈ 5ന്റെ സ്ക്വയർ 25 അങ്ങ് എഴുതണം. ഓക്കെ, ശേഷം തൊട്ടിപ്പുറത്ത് 6 അല്ലേ, 6 6 × 6 കഴിഞ്ഞ് വരുന്ന സംഖ്യ, 6 × 6 കഴിഞ്ഞ് വരുന്ന സംഖ്യ 7. 6 7 6 × 7 42. അതിവിടെ അങ്ങ് എഴുതിയാൽ മതി. പറഞ്ഞ് മനസ്സിലായോ? എടാ 25ന്റെ സ്ക്വയർ കാണാൻ എന്ത് മാർഗം? അവസാനത്തെ 2 അക്കം 25 എന്നങ്ങ് എഴുതുക. ഓക്കെ, അതായത് അവസാനത്തെ ഈ 5ന്റെ സ്ക്വയർ ആണ് 25, അതങ്ങ് എഴുതി. പിന്നെ തൊട്ടിപ്പുറത്ത് 2 അല്ലേ മക്കളെ, 2 2 × 2 കഴിഞ്ഞ് വരുന്ന സംഖ്യ, 2 × 2 കഴിഞ്ഞ് 3, 2 × 3 6 625. നിങ്ങൾക്ക് ഒരു 75ന്റെ സ്ക്വയർ കാണണം, എന്ത് മാർഗം? അവസാനത്തെ, അതായത് ഈ 5ന്റെ സ്ക്വയർ 25 അവസാനം അങ്ങ് എഴുതണം. തൊട്ടിപ്പുറത്ത് സംഖ്യ എഴുതാൻ തൊട്ടിപ്പുറത്ത് 7 7 × 7 കഴിഞ്ഞുള്ള സംഖ്യ, 7 × 8 7 8 56 56 25. നിങ്ങൾക്ക് ഒരു 95ന്റെ സ്ക്വയർ കാണണം, എന്തോ ചെയ്യും? അവസാനം 25 എന്നങ്ങ് എഴുതും. തൊട്ടിപ്പുറത്ത് 9 9 × 9 കഴിഞ്ഞുള്ള സംഖ്യ, 9 × 10 എന്ന് പറഞ്ഞാൽ 90 എന്ന് വരും. പറഞ്ഞിട്ട് മനസ്സിലായോ? പറഞ്ഞത് പിടി കിട്ടിയോ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 65ന്റെ സ്ക്വയർ മക്കളെ എത്ര? 42 25 എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ 2 പോയിന്റ് ഉണ്ടല്ലോ, സ്ക്വയർ ചെയ്യുമ്പം അത് ഇരട്ടിക്കുമല്ലോ സ്ക്വയർ. അപ്പം 0.65ന്റെ സ്ക്വയറിലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ അത് 42 25ന്റെ ഇരട്ടിക്കുമ്പം മക്കളെ 4 പോയിന്റ് വരണം. ഇവിടെ 2 പോയിന്റ് ഉണ്ടെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പം അതിന്റെ ഇരട്ടി 4 സ്ഥാനം വരണം. എടാ ഇവിടെ യഥാർത്ഥ സംഖ്യയിൽ 2 പോയിന്റ് ഉള്ളെങ്കിൽ സ്ക്വയർ എടുക്കുമ്പം 2ന്റെ ഇരട്ടി 4 പോയിന്റ് ആവും.
അപ്പൊ ഇങ്ങനെ വരും മക്കളെ. 4 പോയിന്റ് സ്ഥാനം വരും 0.4225 എന്ന് വരും. മൈനസ് ഇനി നമുക്ക് വേണ്ടത് 0.16 സ്ക്വയർ. നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ പോയിന്റ് മറ്റേ 16. 16 സ്ക്വയർ എല്ലാവർക്കും അറിയാടാ 256. 256 ശരിയാണോ? 256. ഇനി പറ, ഇവിടെ 2 പോയിന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ സ്ക്വയർ എടുക്കുമ്പോൾ 4 പോയിന്റ് വരണം. 4 പോയിന്റ്. അപ്പൊ ഇവിടെ ഒരു 0 കൊടുക്കാം. ഓക്കെ, 0.0256. ക്ലിയർ? നമുക്ക് നോക്കാം, കുറയ്ക്കണം, ഇത് പരസ്പരം കുറയ്ക്കണം. അപ്പൊ എങ്ങനെ? 0.42 ഉണ്ട്, 0.4225 ഉണ്ട്. അവിടുന്ന് 0.0256 കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 15. 15 6 കുറച്ചാൽ 9. ഇവിടെ പിന്നെ ഒന്നേ ഉള്ളു. ഇവിടുന്ന് കടമെടുക്കുമ്പോൾ 11 ആയി. 11 5 കുറച്ചാൽ 6. ഇവിടെ പിന്നെ ഒന്നേ ഉള്ളു. അപ്പോൾ കടമെടുക്കുമ്പം 11 2 കുറച്ചാൽ 9. ഇവിടെ പിന്നെ 3 ഉള്ളു. 3 0 പോയാൽ 3. മക്കളെ 0.3969 എന്ന് വരും. റൂട്ട് ഓഫ് 0.3969. ഓക്കെ, 3969. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി. അപ്പം 3969 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. എടാ 3969 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. 3969 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഇതിന്റെ സ്ക്വയറിന്റെ അവസാനം 9. മക്കളെ 9 അല്ലേ? 9 ആണ്. എടാ ഒരു സ്ക്വയർ 9 അവസാനിക്കണമെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിവുള്ള 2 അക്കങ്ങളേ ഉള്ളൂ. ഒന്ന് 3 മറ്റൊന്ന് 7. എടാ ഒരു സ്ക്വയറിന്റെ അവസാനത്തേക്ക് 9 വരണമെങ്കിൽ ആ 9 അവസാനിക്കാൻ കാരണമായ 2 അക്കങ്ങളേ ഉള്ളൂ, 2 സംഖ്യകളേ ഉള്ളൂ. ഒന്ന് 3. 3ന്റെ സ്ക്വയർ മൊത്തം, അതായത് ഉദാഹരണം പറഞ്ഞാൽ 13 169, 23 529. അങ്ങനെ 3ലും അല്ലെങ്കിൽ 7ലും അവസാനിക്കുന്ന സംഖ്യകൾ മാത്രമേ ഒരു സ്ക്വയറിന്റെ അവസാനം 9 വരികയുള്ളൂ. 3ലോ 7ലോ അവസാനിക്കുന്ന സംഖ്യകളിൽ മാത്രമേ അവസാനത്തെ അക്കത്തിൽ 9 വരികയുള്ളൂ. സ്ക്വയറിന്റെ അവസാനത്തെ അക്കം 9 വരികയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കും മക്കളെ. എടാ 3ൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 7 ഇല്ല. അവിടെ 3ൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റൂട്ട് ഓഫ് 0.3969 എന്ന് പറഞ്ഞാൽ 0.63 ആണ്. എടാ 0.63 ആണ് ശരി ഉത്തരം. ശരിയല്ലേ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു നോക്കാം. 63ന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. 63 × 63 3 9 എന്ന് വരും. 6 3 18. 6 3 18 8 ശിഷ്ടം 1. 36 1 37. നോക്കാം 9 8 8 16 6 ശിഷ്ടം 1. 7 1 8 1 9. 39 69 വരുന്നുണ്ട്. അപ്പം മനസ്സിലായി. എടാ റൂട്ട് ഓഫ് 0.3969, അതായത് 39 69 സ്ക്വയർ റൂട്ട് എടുക്കും 63. പിന്നെ ഇവിടെ 4 പോയിന്റ് ഉള്ളതുകൊണ്ട് അതിന്റെ പകുതി, സ്ക്വയർ റൂട്ടിനകത്തിൽ അതിന്റെ പകുതി 2 പോയിന്റേ വരാൻ പാടുള്ളൂ. 0.63. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട്. 81.84 പ്ലസ് 118.16 ഡിവൈഡഡ് ബൈ 5ന്റെ ക്യൂബ് ഈക്വൽ ടു 1.2 ഇൻറ്റു 2 പ്ലസ് ഡാഷ്. ഇതാണ് ചോദ്യം. നോക്കാം, അതിന് ചെയ്യേണ്ടതേ ഉള്ളൂ. ഈ സൈഡ് നമുക്ക് ഇടത് സൈഡ് അങ്ങ് തീർത്ത് പോവാം. അപ്പം മക്കളെ ഇത് കൂട്ടണം. കൂട്ടുമ്പം ആദ്യം 81.84 118.16 കൂട്ടണം. 81.84 118.16 കൂട്ടുന്നു. 6 4 10 0 ശിഷ്ടം 1. 8 1 9 1 10 0 ശിഷ്ടം 1. പോയിന്റ് ഇട്ട് 8 9 10 10 0 ശിഷ്ടം 1. 8 1 9 1 10 0 ശിഷ്ടം 1. 1 1 2. മക്കളെ 200 എന്ന് വരും. നിങ്ങൾ കൂട്ടി നോക്കിക്കോ. ഇത് കൂട്ടുമ്പോൾ മക്കളെ കറക്റ്റ് 200 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ അപ്പൊ ഇത്രയും കൂടെ ക്ലിയർ ചെയ്തപ്പം 200 എന്ന് കിട്ടിയേ. 200 കിട്ടി. ഡിവൈഡഡ് ബൈ 5ന്റെ ക്യൂബ്. എനിക്കറിയാം 5ന്റെ ക്യൂബ് മക്കളെ 125. ഓക്കെ, 125 ഈക്വൽ ടു 1.2 ഇൻറ്റു 2. നമുക്കറിയാം 1.2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2 ചെയ്യാം. 24. ഓക്കെ, 12 ഇൻറ്റു 2 24. ഒരു സ്ഥാനം പോയിന്റ് ചെയ്യുന്നു 2.4 പ്ലസ് ഒരു സംഖ്യ ഉണ്ട് മക്കളെ, അത് നമുക്കറിയത്തില്ല. അവനെ ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഹരിക്കുക, ശേഷം ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എക്സിന്റെ വില കിട്ടിക്കോളും. അപ്പൊ 200നെ 125 കൊണ്ട് ഹരിക്കണം മക്കളെ. 200നെ 125 കൊണ്ട് ഹരിക്കണം. അപ്പൊ എങ്ങനെ ഹരിക്കുന്നേ? നമുക്കറിയാം 200നെ 125 കൊണ്ട് ഹരിക്കുമ്പം
200-നെ 125 കൊണ്ട് ഹരിക്കുന്നു. നമുക്കറിയാം കറക്റ്റ് ഒരു 125 ശിഷ്ടം മക്കളെ 75 വരും. 75 അടങ്ങുന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മേളിലൊരു പോയിന്റ് കൊടുത്ത് ശേഷം ഇവിടെ ഒരു 0 കൊടുക്കും. 750 125 ഉണ്ട്. 125 2 വട്ടമാകുമ്പോൾ മക്കളെ 250. അപ്പോൾ 2 വട്ടമാകുമ്പോൾ 250 ആയി. 2 വട്ടമാകുമ്പോൾ 250 ആയി. അപ്പോൾ 4 വട്ടമാകുമ്പോൾ 500 ആവും. അപ്പോൾ 6 വട്ടമാകുമ്പോൾ 750 ആവും. ശരിയല്ലേ? ഇവിടെ 2 വട്ടം 125 2 തവണയാകുമ്പോൾ 250 ആയി. അപ്പം 4 തവണയാകുമ്പോൾ 500 ആവും. 6 തവണയാകുമ്പോൾ 750 ആവും. അപ്പം മനസ്സിലായി? 125 6 തവണ 750 കംപ്ലീറ്റ് ആവും. 0 എന്ന് വരും. ഓക്കെ. അപ്പോൾ 200-നെ ഞാൻ 125 കൊണ്ട് ഹരിച്ചപ്പം മക്കളെ 1.6 എന്ന് വരും. ഈക്വൽ ടു 2.4 പ്ലസ് എക്സ് ഉണ്ട്. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ 2.4 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം 1.6 ഉണ്ട്. 2.4 ചിഹ്നം പ്ലസ് ആണേ. പ്ലസ് 2.4 ഇപ്പുറത്ത് വരുമ്പോൾ മക്കളെ മൈനസ് 2.4 എന്ന് വരും. ഈക്വൽ ടു എക്സിനെ അവിടെ തന്നെ നിർത്തി. ശരി, നമുക്കറിയാം ഇവിടെ വലിയ സംഖ്യ 2.4. എന്നാൽ 1.6-ന്ന് 2.4 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. തിരിച്ച് കുറച്ചിട്ട് മൈനസ് കൊടുത്താൽ മതി. എടാ, ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ അങ്ങ് കുറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് കൊടുത്താൽ മതി. ഉദാഹരണം പറഞ്ഞാടാ 3 - 7. 3-ന്ന് 7 കുറയ്ക്കുന്നതിന് പകരം നമ്മൾ തിരിച്ച് കുറയ്ക്കും. 7-ന്ന് 3 കുറയ്ക്കും 4. എന്നിട്ട് മൈനസ് കൊടുക്കും. -4 എന്ന് പറയത്തില്ലേ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2.4-ന്ന് 1.6 കുറയ്ക്കാം. കുറയ്ക്കുമ്പം 4-ന്ന് 6 പോകത്തില്ല. ഇവിടുന്ന് കടമെടുത്ത് 14. 14-ന്ന് 6 കുറച്ചാൽ മക്കളെ 8 എന്ന് വരും പോയിന്റ്. ഇവിടെ പിന്നെ 1 ഉള്ളൂ. 1-ന്ന് 1 പോയാൽ 0. 0.8 വരും. പക്ഷേ മക്കളെ നമ്മൾ തിരിച്ചല്ലേ കുറച്ചത്. അപ്പം -0.8 എന്ന് വരും. -0.8 ഈക്വൽ ടു എക്സ്. അതായത് എക്സിന്റെ വില മക്കളെ -0.8 ആണ്. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി -0.8 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. കാണുമ്പം എൻ്റെ വലിയ ചോദ്യമാണെന്നൊക്കെ തോന്നില്ല. എന്നാലും ചെയ്യാൻ എളുപ്പമാ അല്ലേ? നോക്കിയടാ, 1.23 ബാർ മൈനസ് 0.86 ബാർ പ്ലസ് 0.29 ബാർ ഈക്വൽ ടു ഡാഷ്. ഞാൻ പറഞ്ഞു ബാറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? ആ ബാറിന് താഴെയുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നു. അത് മാത്രം ആവർത്തിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1.23 ബാർ എന്ന് പറഞ്ഞാൽ 1.23 23 23 ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ശരി, ഇവനെ എങ്ങനെ എഴുതാന്നാണ് ഞാൻ പറഞ്ഞത് മക്കളെ? ഇവന്റെ ഫ്രാക്ഷൻ ആക്കണം. എടാ, ഇവന്റെയും ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ടേ അത് തമ്മിലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഇവനെ ഫ്രാക്ഷൻ ആക്കണം. ഫ്രാക്ഷൻ ആക്കാൻ മക്കളെ 1.232323 എന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നമുക്കറിയാം അതിനെ 1 പ്ലസ് 0.232323 എക്സെട്ര എന്ന് പറയാം. ശരിയല്ലേ? എങ്കിൽ പറ. ഇനി 1 പ്ലസ് 23/99 എന്ന് എഴുതാം. കാര്യം 2 അക്കം ആവർത്തിക്കുന്നെങ്കിൽ 2 9. 1-ന്റെ താഴെ ഒരു 1 ഇട്ട് കൊടുത്താൽ മക്കളെ 1 × 99 99. ഓക്കെ, ഒരു 99 പ്ലസ് ഒരു 23 99 23 കൂട്ടിയാൽ 122. ഓക്കെ, 122/99 എന്ന് വന്നേ. അതായത് ഞാൻ ഇവനെ മാത്രം മാറ്റിയപ്പോൾ മക്കളെ 122/99 എന്നായി. അടുത്തത് 0.86 ബാറ എന്ന് പറഞ്ഞാൽ 0.86 86 86 എക്സെട്ര. എങ്ങനെ ആക്കും നമ്മൾ? 86 2 അക്കം ആവർത്തിക്കുന്നു ഡിവൈഡഡ് ബൈ 99. ശരിയാണോ? 86/99. ഓക്കെ, അടുത്തത് 0.29 ബാർ എന്ന് പറഞ്ഞാൽ 29 എന്ന് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ശരിതാ. ഇവിടെ 2 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് 29/99. ഇനി വളരെ സിമ്പിളാ. വളരെ സിമ്പിളാ. ഇവനെയും തമ്മിൽ കുറയ്ക്കണം. പിന്നെ അവനെ കൂട്ടി വെക്കണം. നമുക്കറിയാം ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ചേരം അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ ഇവരെ തമ്മിൽ ആദ്യം ഞാൻ കുറയ്ക്കുവാണേ. കാര്യം കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേരം അങ്ങനെ തന്നെ എഴുതും 99 അല്ലേ?
ചേരം അങ്ങനെ തന്നെ എഴുതും 99. ഇനി അംശങ്ങളെ തമ്മിൽ കുറച്ചാൽ മതി. അപ്പം 122 മൈനസ് 86, 12 6 കുറച്ചാൽ മക്കളെ 6. ഇവിടെ പിന്നെ ഒന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് കടമെടുത്തപ്പം 11 8 പോയാൽ 3. ഓക്കെ, 11 8 പോയാൽ മക്കളെ 3. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 36 വരും, കുറയ്ക്കും 36 വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഇത് രണ്ടും കൂടെ ക്രിയ ചെയ്തപ്പോൾ മക്കളെ 36/99 കിട്ടി. അതിനോട് ഇവനെ കൂട്ടാനാ പറയുന്നത്. അപ്പോൾ ഇവനോടം കൂട്ടി വെച്ചാൽ മതി, 29/99. ഓക്കെ, 29/99 കൂട്ടുമ്പം ചേരാൻ നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ എഴുതും 99. അംശങ്ങളെ തമ്മിൽ കൂട്ടാം, 6ഉം 9ഉം. 6ഉം 9ഉം മക്കളെ 6ഉം 9 കൂട്ടിയ 15 അല്ലേ? 15ന് 5 ശിഷ്ട 1, 3 2 5 1 6, 65 വരും. 65/99 മക്കളെ 65/99 എന്നൊരു ഓപ്ഷൻ ഇല്ല. 65/99 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ പറ, ഏറാ ശരി ഉത്തരം? അതെ അതെ, ഏറാ. എടാ 0.868686 എന്ന് പോകുന്നതിനെ നമ്മൾ 86/99 വിളിച്ചു. അപ്പൊ തിരിച്ച് 65/99 എന്ന് പറഞ്ഞാൽ മക്കളെ അതിന്റെ അർത്ഥം 0.656565 എന്നിങ്ങനെ പോവാന്നല്ലേ? എങ്കിൽ പറ 65 മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ കുറച്ച് പേര് നോക്കുമ്പോൾ ഓപ്ഷൻ എ നോക്കും. എടാ ഇവിടെ തീരുവ, ഇവിടെ എക്സെട്ര കൊടുത്തിട്ടില്ല, എക്സെട്ര ഇല്ല. അപ്പൊ അതല്ല. എടാ 99 കൊണ്ട് ഹരിക്കുമ്പം അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? എടാ 0.23/99 സോറി 0.232323 അതിന് നമ്മൾ എങ്ങനെ എഴുതിയത്? 23/99. 0.868686 എങ്ങനെ എഴുതിയത്? 86/99. 0.292929 എങ്ങനെ എഴുതി? 29/99. അപ്പം തിരിച്ച് 65/99 0.656565 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 65 തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുക മക്കളെ. 0.65ന്റെ ബാർ, 0.65 ബാർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, എന്നാൽ ഓപ്ഷൻ സി നോക്കുമ്പം 6 5 ഉണ്ട്, പക്ഷെ ആവർത്തിക്കുന്നത് 5656 എന്നാ പോകുന്നതെന്ന്. അങ്ങനെ അല്ലല്ലോ. അല്ല, 6565 എന്ന ക്രമത്തിലാണ്. പിന്നെ 0.6 കഴിഞ്ഞിട്ട് 6565 അങ്ങനെ അല്ലല്ലോ, വെറും 65 എന്നാ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, സോറി ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പം കുറെ നല്ല ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൂടുതൽ നല്ല ചോദ്യങ്ങൾ, ഓരോ ടോപ്പിക്കിന്റെയും കൂടുതൽ നല്ല ചോദ്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി ചോദ്യങ്ങൾ, ടിപ്സുകളും ട്രിക്സുകളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നല്ലൊരു പരീക്ഷ കാലയളവ് നേർന്നുകൊണ്ടും എല്ലാ പരീക്ഷകളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. എല്ലാ കാര്യങ്ങളും പഠിച്ചതെല്ലാം ഓർമ്മയിലോട്ട് വരട്ടെ. അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും തൽക്കാലം വിട പറയുന്നു. വിശാഖ് പാവുമ്പ.